ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 86 ശ്ലോകം 5-6. യുദ്ധ്യോദ്യോഗേഥ മന്ത്രേ മിളതി സതിവൃത ഫൽഗുനേന ത്വമേകഃ കൗരവ്യേ ദത്തസൈന്യ കരിപുരമഗമോ ദൂത്യകൃത്പാണ്ഡവാർത്ഥം ഭീഷ്മദ്രോണാദിമാന്യേ തവ ഖലു വചനേ ധികൃതേ കൗരവേണ വ്യാവൃണ്വൻ വിശ്വരൂപം മുനിസദസി പുരീം ക്ഷോഭയിത്വാഗതോ ഭൂഃ. ജിഷ്ണോസ്ത്വം കൃഷ്ണ സൂത ഖലു സമരമുഖേ ബന്ധുഘാതേ ദയാലും ഖിന്നം തം വീക്ഷ്യ വീരം കിമിദമയി സഖേ നിത്യ ഏകോയമാത്മാ കോ വധ്യഃ കോത്ര ഹന്താ തദിഹ വധഭിയം പ്രോച്യമയ്യർപ്പിതാത്മാ ധർമ്മ്യം യുദ്ധം ചരേതി പ്രകൃതിമനയഥാ ദർശയൻ വിശ്വരൂപം. യുദ്ധ ഉദ്യോഗേ അഥ മന്ത്രേ മിലതി സതി വൃതഃ ഫൽഗുനേന ത്വം ഏകഃ കൗരവ്യേ ദത്തസൈന്യഃ കരിപുരം അഗമഃ ദൂത്യകൃത് പാണ്ഡവ അർത്ഥം ഭീഷ്മദ്രോണ ആദിമന്യേ തവ ഖലു വചനേ ധികൃതേ കൗരവേണ വ്യാവൃണ്വൻ വിശ്വരൂപം മുനി സദസി പുരീം ക്ഷോഭയിത്വാ ഗതഃ അഭൂഃ. ജിഷ്ണോഃ ത്വം കൃഷ്ണസൂതഃ ഖലു സമരമുഖേ ബന്ധുഘാതേ ദയാലും ഖിന്നം തം വീക്ഷ്യ വീരം കിം ഇദം അയി സഖേ നിത്യ ഏകഃ അയം ആത്മാ കഃ വധ്യഃ കഃ അത്ര ഹന്താ തത് ഇഹ വധഭിയം പ്രോച്യ മയി അർപ്പിത ആത്മാ ധർമ്മ്യം യുദ്ധം ചര ഇതി പ്രകൃതിം അനയഥാഹ ദർശയൻ വിശ്വരൂപ. പദങ്ങൾ. ഹരേ കൃഷ്ണ. പോന ശ്ലോകത്തിൽ കൃഷ്ണർ அந்த கள்ளச்சூது நடந்த சமயத்தில் பாஞ்சாலிக்கு வஸ்திரம் கொடுத்ததும் அதே மாதிரி துர்வாசா மகர்ஷியோட ശാപത്തിലേന്ത് രക്ഷിக்கிறதுக்காக പാഞ്ചാലിയിട്ടേന്ന് ഒരു കീരയോട് ഇല കഷ്ണം വാങ്ങി ചാപ്പിട്ട് അവൾക്ക് വേണ്ട അനുഗ്രഹം കൊടുത്താർ, രക്ഷിച്ചാർ அப்படின்னு சொன்னால். 5வது ശ്ലോകത്തിൽ അഥ യുദ്ധോദ്യോഗ മന്ത്രേ മിളതി സതി. ഭാരതയുദ്ധം ആരംഭിക്ക പോகிறது, അതുക്കാന മന്ത്രാലോചന സഭയിലെല്ലാവരും മന്ത്രിമാരെല്ലാം ഉക്കാന്ത അത് ഡിസ്കഷൻ നടക്കാർത്തെ. ഫൽഗുനേന ത്വം ഏകഃ വൃതഃ കൗരവ്യേ ദത്തസൈന്യഃ. ഇപ്പം യുദ്ധം എന്നാലും വരപ്പോറത് തിരിഞ്ഞ ഉടനെ ദുര്യോധനും പോറാൻ കൃഷ്ണർട്ട്, അർജുനും പോറാൻ കൃഷ്ണർട്ട്. ദുര്യോധനൻ ആക്ച്വലി முதல்ல போய் துரியோதனன் பகவான் படுத்துந்திருக்காராம். பகவானுக்கு தெரியும் இவா 2 பேரும் வரப்போறா தெரிஞ்சது. ശയനറയിലെ പടുത്തുന്നിരിക്കാർ. ശരി എந்திരിക്കട്ടും ചൊല്ലി വെയിറ്റ് പണറാ. അപ്പം ദുര്യോധനൻ തലമാട്ടിൽ പോയി നിന്നാനാ ഭഗവാനോട് ശിരസും കിട്ടക്ക. അത് കഴിഞ്ഞ് അർജുനൻ വന്ന് കാൽമാട്ടിൽ കൈകൂപ്പി നിന്നാനാ. ഭഗവാൻ കണ്ണു തുറന്നപ്പം முதல்ல കാൽമാട്ടിലിരിക്കുന്ന അർജുനെയൊക്കെ കണ്ടത്. അർജുന നീ വന്നിരിക്കുക, എന്നെ വിശേഷം அப்படின்னு കേൾക്ക. அதுக்கு முன்னாடி வந்த துரியோதனன் தலைமாட்டில் இരിക്കപ്പെട്ടത് അപ്പുറം നാം പാത്താരാം. അപ്പോൾ എന്നെ വേണം കേൾക്ക. 2 പേരും വന്നിരിക്കുക യുദ്ധத்துக்கு. അപ്പോൾ ഭഗവാൻ ചെന്നാൽ ഞാൻ വരതാന എന്നോട് സൈന്യമൊന്നും വരാതെ
ഞാൻ ഇല്ലാട്ടാനാണ് സൈന്യം കടയ്ക്കും ഏത് വേണം മുതൽ ചാൻസ് അർജുനന് കൊടുത്താൻ. കാരണം ഞാൻ മുതല പാത്തത് അർജുനെ ആക്കും. ഇപ്പോൾ കാൽമാട്ടിൽ നിന്ന് എപ്പോഴും കൂപ്പി വേണം ഭഗവാനെ കൂപ്പിടങ്കര ഒരു സന്ദേശം ഇങ്ങനെ കൊടുക്കറ. ഇപ്പോൾ അർജുനൻ ചൊല്ലുക എനിക്ക് ഭഗവാനെ നിങ്ങൾ പോരും സൈന്യമെല്ലാം വേണ്ട அப்படின்னு ചൊല്ല. ദുര്യോധനക്ക് സന്തോഷമാச்சு. ഇത്ര പെരിയ സൈന്യം നമ്മൾ കടയ്ക്കാൻ പോகிறது യാദവ സൈന്യം. அப்படியே ദുര്യോധനൻ രണ്ടുപേരും സന്തോഷமாக പോറ. ഫൽഗുനേന ത്വം ഏകഹ വ്രതഃ. ഭഗവാൻ ഒരാളെ മാത്രം പോരും. അതിലേയും കണ്ടീഷൻ ഇരുന്ന് ഭഗവാൻ ഞാൻ ആയുധം എടുക്കാൻ മാട്ടേന്ന് ചൊല്ലിയിരുന്നാർ യുദ്ധത്തിൽ. അപ്പോൾ ദുര്യോധനൻ എന്ന് വെച്ചാൽ ആയുധം എടുക്കാത്തൊരു കൃഷ്ണൻ മാത്രമേ ഇരുന്നിട്ട് ഒരാളിരുന്നിട്ട് തന്നെ കാര്യം. ആയുധം എടുക്കപ്പെട്ട് ഇത്രയും പെരിയ ഒരു യാദവ സൈന്യം ഇരിക്കും അത് പോരുന്ന് വെച്ചാൽ. കൗരവ്യേ ദത്ത സൈന്യ. ദുര്യോധനക്ക് സൈന്യത്തെ പൂരാ കൊടുത്ത് കരിപുരം അഗമഹ. കരിപുരം എന്ന കരീന ആന ഹസ്തി. ഹസ്തിനാപുരത്തുക്കകം കരിപുരം ചൊല്ലുക. കരിപുരത്തുക്ക് ഹസ്തിനാപുരത്തുക്ക് പോനാർ. ഭീഷ്മദ്രോണാദിമാന്യേ ഖലു തവ വചനേ കൗരവേണ ധികൃതേ. അങ്ക ഭീഷ്മർ ദ്രോണർ அப்படி ഇരിക്കപ്പെട്ട ആചാര്യന്മാരെ എല്ലാവരെയും ഭഗവാൻ പോയി നമസ്കാരം പண்றார. முதல்ல വയസ്സൊക്കെ ഇത്ര പെരിയവാ ചൊല്ലിയിട്ട് അതുക്കപ്പുറം ധികൃതേ മുനി സദസി വിശ്വരൂപം വ്യാവൃണ്വൻ പുരീം ക്ഷോഭയിത്വാ ആഗതഃ അഭൂഹു. അപ്പോൾ എപ്പോഴാவது യുദ്ധം നിർത്തി വെക്കലാം. ദൂതുക്കാക്കും പോയിരിക്കാർ. നിങ്ങൾ അവൾക്ക് 5 രാജധാനി കൊടുങ്കോ ഇല്ലാട്ടാനാന 5 ഗ്രാമം കൊടുങ്കോ 5 കെട്ടിടമാവത് കൊടുങ്കോ ഇല്ല ചൊല്ല. ദുര്യോധനൻ ചൊല്ലാൻ ഒരു ഊശി കുത്തറ ഇടം കൂടി അവൾ കൊടുക്കാൻ മാട്ടെ അവ ഇങ്ങിരിക്ക മുടിയാത് அப்படின்னு ചൊല്ലർത്തെ. നാനിരിക്കാൻ അവൾക്ക് அப்படின்னு തന്നെ നീ എന്നത് നീ വെറും ഒരു യാദവൻ അത്ര താനെ அப்படின்னு കൃഷ്ണരുടെ ചൊല്ല. കൃഷ്ണർക്ക് കോപം വന്ന് അങ്ങ് அப்படியே വിശ്വരൂപം വ്യാവൃണ്വൻ വിശ്വരൂപത്തെ കാട്ടി அந்த அரமனையே அப்படி நடுங்கித்தான் എല്ലാവരും തരിച്ചു പോനാളം. അപ്പോഴും ദുര്യോധനൻ ചൊല്ലുന്ന ഇവനേതോ കൺകെട്ട് വിദ്യ കാട്ടറ കൃഷ്ണൻ அப்படின்னு ഞാൻ അത് തള്ളി കളഞ്ഞു വിട്ടാന. ഹേ കൃഷ്ണ ത്വം ഖലു ജിഷ്ണോഹോ സൂതഃ സമരമുഖേ വീരം. ഭഗവാനെ കൃഷ്ണ ഭഗവാൻ வந்து அர்ஜுனனுக்கு தேராளியாக அந்த யுத்த ஆரம்பத்தில் வீரனான அந்த അർജുനെയും കൂട്ടിന്ത് ബന്ധു ഖാദേ ദയാലും ഖിന്നം വീക്ഷ്യ. കുട്ടിൻ്റെ ഏറ്റവും മുന്നാടി കൊണ്ടുപോയി നിർത്തിയിട്ട് ഇതാക്കം ഭീഷ്മരോട് രഥം, ഇത് ദ്രോണരോട് രഥം, ഇത് യുധിഷ്ഠിരനോട് പിടി, ഇത് ദുര്യോധനോട് കർണനോട് പിടി ഓരോ രഥത്തെയും കാട്ടിക്കൊടുത്തതും அப்படியே எல்லாம் இதாகி பயந்து எனக்கு வேண்டவே வேண்டாம், யுத்தமே வேண்டாம், தாத்தாவை கொன்று எனக்கு இந்த ராஜ்யம் வேணமா, என்னை படிப்பிச்ச അസ്ത്രവിദ്യ அப்பா இல்லாதக்கு வளர்ந்த குழந்தைகளாக்கும் அந்த அப்பாவோட ஸ்நேகம் பூரா பீஷ்மராக்கும் கொடுத்துருக்கார். அதே மாதிரி ദ്രോണർ ബാക്കി ആർക്കും ചൊല്ലിക്കൊടുക്കാത്ത വിദ്യകളെല്ലാം അർജുനനുക്ക് ചൊല്ലിക്കൊടുത്തിരിക്കാർ. அப்படி இருக்கப்பட்டு ഇവാളെല്ലാം ചാഹടിച്ചാൽ ഞാൻ ഇനി ഒരു രാജ്യത്തെ പിടിച്ചടക്കണം, വേണ്ടാം കൃഷ്ണ, ഞാൻ യുദ്ധം ചെയ്യാൻ മാട്ടേൻ. ഖിന്നം വീക്ഷ്യ அப்படி இருக்கப்பட்ட ദുഃഖിതനായിരിക്കപ്പെട്ട അർജുനനെ பார்த்து ஐ சகே, ஹே சகே, ഫ്രണ്ടേ அப்படின்னு கூப்பிடுற സ്നേഹിതാ, ഇതം കിം, ഇതെന്നത് ഇത്, അയം ആത്മാ നിത്യകഃ ഏകഃ, ആത്മാവ് ഒന്നുതാ ഉള്ളത്, அதுக்கு നാശം கிடையாது. ഇന്നൊരു ശരീരത്തിൽ இந்த ആത്മാ இருக்கு, இன்னைக்கு இந்த ശരീരം വിട്ട് നാളേക്ക് ഇന്നൊരു ശരീരത്തിൽ പോന്നാൽ அந்த ശരീരം அந்த ആത്മാക്ക് ഒരിക്കലും നാശം கிடையாது. അത്ര വധ്യഃ കഃ, അപ്പം നീ ആരേക്കും കൊല്ലപ്പോറായി, ഹന്താക, ആരാല കൊല്ലപ്പെട പോറായി, നീ ആരെയും കൊല്ലരുതുമില്ലേ,
நீ யாராலையும் சாகவும் போகிறதில்லை. தத் இஹ வதபியம் പ്രോച്യ മയ്യർപ്പിതാത്മാ ധർമ്മ്യം യുദ്ധം ചര. നീ എന്നെ പണ്ണറിയോ എല്ലാം, അതൊക്കെ കായേന വാച മനസ്സേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എല്ലാം എങ്കട്ട ഭാരം പോട്, நான் பண்ண வைக்கிறேன், நீ என்னத்தை பண்ணுறதுக்கு, நான் பண்ண வைக்கிறேன், நீ அதுக்கு நான் என்ன டைரக்ഷൻ തരേനോ அதுக்கு തക്കനെയാണ് നീ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നത്. ഇത് അർജുനക്ക് മാത്രമല്ല നമ്മൾക്കും ഓരോരുത്താൾക്കും തരപ്പെട്ടൊരു സന്ദേശമാക്കും. നമ്മളൊന്നും ഞാൻ ഇത് ചെയ്യ മാട്ടേൻ, അത് ചെയ്യ മാട്ടേൻ, ഇന്ത വേല എനിക്ക് വേണ്ട, ഇതെനിക്ക് പിടിക്കാതെ, അത് ഞാൻ എപ്പിടി ചെയ്യരുത്, അത് ചെയ്യരുത്, ശരിയാ, ഇതൊന്നും നമ്മൾക്ക് ചോയ്സ് ഇല്ല. എന്നെ ഇങ്ങനെ നടക്കണമോ അതെല്ലാം നടക്കും. ധർമ്മ്യം യുദ്ധം ചര, ക്ഷത്രിയ ധർമ്മமான யுத்தம் நீ பண்ணு. இதி உக்துவா அப்படின்னு சொல்லி விஸ்வரூபம் தர்ஷயன் பிரகிருதிம் அனயதாக. அந்த அர்ஜுனனுக்கும் அங்கே அந்த இது முன்னாடி யுத்த களத்தில் விஸ்வரூபத்தை காட்டி கொடுக்குறார். நீ அடுத்த ஸ்லோகத்தில் அந்த பகவத்கீதையை சங்கிரகம் பண்ணது பார்க்கலாம். ஹரே கிருஷ்ண.